ഇത് മോക്ക്, ഇത് അച്ഛന്, അമ്മയ്ക്ക്, ചിറ്റപ്പന്, എനിക്ക്. I got a point. I got a point. I got a point. എന്താ സാറേ ആകെ ഒരു ടെൻഷനിലാണല്ലോ. നിങ്ങളൊന്ന് ചുമ്മാതിരി. മീനുവിനോടൊന്ന് സംസാരിക്കാന്ന് വെച്ച ഓരോ കരടികൾ. ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരുപാട് കരടിയെ കണ്ടിട്ടുള്ളവനാ. ആ നിൽക്കുന്നത് കരടിയല്ല, കരിവണ്ട. അപ്പൊ സാറും മീനുവും ചേർന്ന് ചെറിയൊരു നാടകം അവന്റെ ഡയറക്ഷനിൽ. ഹായ് കരടി സാർ, അല്ല ഡയറക്ടർ സാർ. അല്ല ഏതോ പടം എടുക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പൊ സാറിന്റെ പടം ഏത് ലെവലിലാണ് നിൽക്കുന്നത്? എല്ലാം റെഡിയായി, പക്ഷേ ഫൈനാൻസ് മാത്രം റെഡിയായില്ല. എന്താ വൃത്തിയുടെ ശബ്ദം? ഇങ്ങനൊന്ന് ഞൊടിച്ചാ മതി സാർ. വെളിയിൽ നിന്ന് ഫൈനാൻസ് ഫ്ലൈറ്റിൽ ഇങ്ങ് വരത്തില്ലേ? ആ സാറേ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വായിന്ന് കള്ളത്തരം വരത്തില്ല സാർ. ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്നാ ഒരു കണ്ടീഷൻ, ഞാൻ ഫൈനാൻസ് കൊണ്ട് ഇവിടെ ഇറക്കണമെങ്കിൽ നിങ്ങൾ എന്താ എടുക്കാൻ പോന്നെ, പടത്തിൽ എന്തെല്ലാം ചെയ്യാൻ പോകുന്നെന്ന് എന്റെ കൺമുന്നിൽ കാണിച്ചു തരണം. ഇതൊന്ന് പിടിക്ക് സാർ. ഫൈനാൻസ് റെഡി എന്ന് പറഞ്ഞാ കഥ പറയാതിരിക്കോ ഈ ഡയറക്ടർ? ഫസ്റ്റ് ക്ലാസ് ഒരു ലവ് സ്റ്റോറി ഉണ്ട് എന്റെ കയ്യിൽ. ടൈറ്റാനിക്കിനേക്കാളും പ്രശസ്തമായൊരു കഥ. പക്ഷെ കഥ പറയണമെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ടൈറ്റാനിക്കിനെക്കാട്ടിലും വലിയ കപ്പൽ സാർ? എനിക്കൊരു ഹീറോയും ഒരു ഹീറോയിനും വേണം സാർ. കിട്ടിയത് തന്നെ അത്രയല്ലേ ഉള്ളൂ. സാർ ഇങ്ങോട്ടൊന്ന് വന്നേ. മീനുമോളെ ഒന്നിങ്ങോട്ട് വന്നേ. സാറേ, നിങ്ങളുടെ പടത്തിൽ നടനും നടിയും വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് നടൻ, ഈ നിൽക്കുന്ന നടി. സാർ ഫൈനാൻസ് റെഡിയാക്കി ഹീറോയിൻ തന്നു, ഹീറോയിനെയും തന്നു. നിങ്ങൾ ഗ്രേറ്റ് പ്രൊഡ്യൂസർ ആണ് സാർ. എന്റെ പടത്തിൽ നീയാണ് ഹീറോ. നീ തന്നെ അഭിനയിക്കണം. ഫൈനാൻസ് റെഡിയാടാ. ഇപ്പൊ സബ്ജക്റ്റിലേക്ക് വന്നു. ഞാൻ സിറ്റുവേഷൻ പറയാൻ പോവാ. ഇപ്പോ വൺസ് അപ്പോൺ എ ടൈം ഹീറോയിനും കണ്ടത്തിൽ പോയി തവള പിടിക്കാനാണോ പറയുന്നത്? രണ്ടുപേരും ഡീപ്പായി പ്രേമിക്കുന്നു. ആ വിഷയം അച്ഛനും അമ്മയും അറിയുന്നു. രണ്ടുപേരെയും പിരിച്ചു വിട്ടു. പിരിഞ്ഞേ, നല്ലപോലെ പിരിഞ്ഞേ, നല്ലപോലെ പിരി. ആഫ്റ്റർ ലോങ് ടൈം രണ്ടുപേരും കണ്ടുമുട്ടുന്നു. ഓരോരുത്തരും പ്രേമത്തോടെ നോക്ക്. രണ്ടുപേരും അടുത്തോട്ട് വന്നാട്ടെ. കമോൺ കമോൺ. എന്താ ഇത്? സ്ലോ മോഷനിൽ ഭംഗിയോടെ ഹൈ സ്പീഡിൽ വാ. കമോൺ, ബ്യൂട്ടിഫുൾ. യാ യാ, അങ്ങനെ വാ, അങ്ങനെ വാ, അങ്ങനെ തന്നെ ഇഞ്ഞു വാ. ഇനി ഒന്ന് കെട്ടിപ്പിടിച്ചേ. കമോൺ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇവര് രണ്ടുപേരെ കൊണ്ട് കിസ് ചെയ്യിക്കാൻ പോവാ. ഓക്കെ, രണ്ടുപേരും കിസ് ചെയ്യേ. മറന്നു പോകല്ലേ. ഈ ഷോട്ട് ഞാൻ റൗണ്ട് റോളിൽ എടുക്കാൻ പോകുന്നു. എന്ത് തോന്നുന്നു അതുപോലെ അങ്ങ് എടുത്തോ. കമോൺ, റീ റെക്കോർഡിംഗിന്റെ ഒരു ബിറ്റ് കിട്ടും. ഞാൻ ഏറ്റെന്നേ. നിന്റെ അച്ഛനാടാ? അച്ഛനായാലും ഞാനാ ഡയറക്ടർ. ഞാനാണ് കട്ട് പറയേണ്ടത്. അവരുടെ അടുക്ക് നിന്റെ ഒരു കണ്ണു വേണമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അവരെ വെച്ച് നീ പടം ഡയറക്ട് ചെയ്യുമായിരുന്നു. നിനക്ക് ഫൈനാൻസ് തരത്തില്ല. നിങ്ങളുടെ ഫൈനാൻസ് എനിക്ക് വേണ്ട. ആയിക്കോട്ടെ, ഫൈനാൻസ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. പ്രൊഡ്യൂസർ റെഡി അല്ലേ സാർ? ഫൈനാൻസ് എപ്പോൾ റെഡിയാവും? അതൊക്കെ എപ്പോഴേ റെഡിയായി സാർ. ഈ സുകുമാരൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് 100 പ്രാവശ്യം പറഞ്ഞതുപോലെയാ. നിങ്ങൾക്ക് എത്ര കുപ്പി ഫൈനാൻസാ വേണ്ടേ? നിങ്ങൾ കോമഡി പറയില്ലേ? സീരിയസ് ആയിട്ട്. ഫൈനാൻസ്, ഇന്നസെൻസ്, ലൈസൻസ്, റൊമാൻസ് ഇതെല്ലാം സെന്റ് കുപ്പിയിലാ. നിങ്ങൾ ചോദിച്ചത് ഫൈനാൻസ് കുപ്പി. 4 കുപ്പിക്ക് 4×2 8,000 രൂപ. അതിന് ഫൈനാൻസ് നിങ്ങൾ തരണം. ഞാൻ ഫൈനാൻസ് ശേഖർ, ഞാൻ നരേന്ദ്രനാ സംസാരിക്കുന്നേ. മുംബൈന്നാ വിളിക്കുന്നേ. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നിനക്ക് സർപ്രൈസ് ആയോ? ഇനി 2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. പിന്നെ നീ എയർപോർട്ടിലേക്ക് കാറും കൊണ്ടുപോവാ. ഓക്കെ. ഹലോ ഹലോ ശേഖർ, ഹലോ. ചെലപ്പാ അച്ഛനില്ലേ? അച്ഛൻ ക്ഷണക്കത്ത് കൊടുക്കാൻ പോയേക്കാ. ചേട്ടന്മാരൊക്കെ തുണി എടുക്കാൻ പോയേക്കുവാ. അപ്പോ ഇവിടെ ആരുമില്ലേ? ഞാനിവിടെ ഉണ്ട്. നിങ്ങളോട് തനിച്ച് സംസാരിക്കണം. ഒന്നകത്തേക്ക് വരാവോ? എന്തിനു സംശയിക്കുന്നത്? ഇത് നിങ്ങളുടെ വീടല്ലേ? പ്ലീസ്.
കുറച്ച് ദിവസത്തേക്ക് ഈ വീട് വിട്ടൊന്ന് പോകാവോ? എന്തിനാ മനസ്സിലായില്ല. ഈ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കൂടെ ഉണ്ടാവാൻ പാടില്ല. എവിടെയെങ്കിലും പോകും. ആർ യു മാഡ്? എന്താ ഈ പറയുന്നത്? ഞാൻ വിജയുടെ ചേച്ചിയാണ്. ഞാൻ പ്ലീസ്. സോറി, ഐ എം സോറി. ഐ എം സോറി. നിങ്ങളുണ്ടായ കല്യാണം നടക്കില്ല. നിനക്ക് വിജയോട് എത്രത്തോളം സ്നേഹമുണ്ട്? എത്ര മീനുവിനെല്ലാം ഞാനാ. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാനാ ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത്. മീനുവിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോകുമ്പോ മീനുവിനെ നരേന്ദ്രന്റെ അടുത്തല്ല ഏൽപ്പിച്ചത്. അവളെ വളർത്തി പഠിപ്പിച്ച് വലിയ ആളാക്കിയത് ഞാനാ, നരേന്ദ്രനല്ല. നരേന്ദ്രൻ ഇവിടെ വന്നാൽ സത്യമായിട്ട് ഈ കല്യാണം നടക്കില്ല. നരേന്ദ്രനോ? യെസ്, അതേ നരേന്ദ്രൻ. നിങ്ങൾ ഈ അവസ്ഥയിലാക്കിയ നരേന്ദ്രൻ. നിങ്ങളെ പ്രേമിച്ച് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച അതേ നരേന്ദ്രൻ. മീനുവിന്റെ ചേട്ടൻ നരേന്ദ്രൻ. ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ നരേന്ദ്രൻ ഇവിടെ വരാൻ പോവാ. അവനെ കണ്ടോടനെ നീ ഇമോഷനായി പോവും. വിജയ് ഒരു കൊലയാളിയാവും. വിജയ് കൊലയാളിയാകുന്നതിന് നീ കാരണക്കാരിയാകണോ? അതുകൊണ്ടാ പറയുന്നേ, കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും പോ. ജസ്റ്റ് ഗോ അവേ. ഈ കല്യാണം നടക്കേണ്ടതും നടക്കാത്തതും നിന്റെ തീരുമാനത്തിലാണ്. യു ക്യാൻ ഡിസൈഡ്. നിങ്ങളുടെ അനിയത്തെയും കൊണ്ട് ഇപ്പൊ തന്നെ വീട് വിട്ടിറങ്ങണം. വേഗം ഇറങ്ങണം. വിജയ്, ഞാൻ പറയുന്നത് വിജയ്, നരേന്ദ്രന് വേണ്ടി മാറ്റിവെച്ചിരുന്ന കൊലപാതകം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോവാ. വിജയ്. അപ്പോ നിനക്കെല്ലാം അറിയാം. എന്തിനാ എന്നോട് മറച്ചത്? എനിക്ക് ഇവിടെ വന്നതിന് ശേഷം അറിയൂ. പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സഹോദരിയുടെ ജീവിതമേ പോകും. തനിക്ക് തന്റെ അനിയത്തിയാണ് മുഖ്യം, എനിക്ക് എന്റെ ചേച്ചിയാണ് മുഖ്യം. എന്റെ ചേച്ചി ഈ നിലയിലാക്കി അയാളുടെ അനിയത്തി ഞാൻ കല്യാണം കഴിക്കണോ? അവളെ വിളിച്ചോണ്ട് വേഗം പോണം. അപ്പൊ നിനക്ക് നരേന്ദ്രൻ തമ്മിൽ എന്താണ് വ്യത്യാസം? അന്ന് നിന്റെ ചേച്ചി, ഇന്ന് എന്റെ അനിയത്തി. അന്ന് നരേന്ദ്രൻ, ഇന്ന് നീ. അതെ, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേദന അവൻ തിരിച്ചറിയണം. വിജയ്, എപ്പോഴും നടന്നതിനെ കുറിച്ച് ഓർത്തി കല്യാണം നിർത്തുന്നത് എന്തിനാ? ഞാനതൊക്കെ മറന്നില്ലേ? ഇല്ല, ചേച്ചി മറക്കില്ല. അങ്ങനെ മറന്നിരുന്നെങ്കിൽ വേറൊരുത്തനെ ഇപ്പൊ കല്യാണം കഴിച്ചാനെ. കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്നേഹിച്ചതിന്റെ പേരിൽ ഒറ്റയ്ക്ക് ജീവിക്കണോ? നിങ്ങൾ മാത്രം ഇങ്ങനെ. വിജയ്, ദയവ് ചെയ്ത് അവരെ നീ അങ്ങനൊന്നും പറയരുത്. നിന്റെ ചേച്ചിയെ ഞാൻ വിവാഹം കഴിക്കാം. ഇതിനവർ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ സഹോദരിയുടെ കല്യാണം എത്ര പ്രധാനമാണോ അതുപോലെ അവർക്ക് അവരുടെ അനിയന്റെ കല്യാണം പ്രധാനമാണെന്ന് എനിക്കറിയാം. നിന്നൊരു കൊലയാളിയാക്കി അവർ മാറ്റില്ല, അതും എനിക്കറിയാം. സപ്പോസ് ഈ കല്യാണം നടക്കില്ല എങ്കിൽ ഈ കുടുംബത്തിന് സമാധാനം എന്താകുമെന്ന് അവർക്കറിയാം. നിനക്കും അറിയാം, എനിക്കും അറിയാം വിജയ്. എനിക്കറിയാം വിജയ്, നീ അന്ധവിശ്വാസിയല്ല, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതാണ്. 1 minute. ഞാൻ നിന്റെ ചേച്ചിക്ക് ജീവിതം കൊടുത്തു. മീനുവിന്റെ ജീവിതം നിന്റെ കയ്യിലാ. താങ്ക് യു സാർ.
വളരെ നന്ദിയുണ്ട്. എൻ്റെ കല്യാണം നടക്കുമെന്നോർത്ത് ഞാൻ പറഞ്ഞതല്ല. എൻ്റെ ചേച്ചിക്കൊരു നല്ല ലൈഫ് തന്നില്ലേ, അതിനുവേണ്ടി താങ്ക് യു സാർ. പറയാതിരിക്കാൻ വയ്യ, നീ ഒരു കിലാടി തന്നെ. ഈ 3 മാസത്തിനിടയ്ക്ക് എൻ്റെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായത്. ഞാൻ എൻ്റെ ജോലി മാത്രം നോക്കി. എന്നെ ഇവിടുന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് അയച്ച് അവിടെ ഒരു പെണ്ണിനെ പ്രണയിപ്പിച്ച്, ആ പെണ്ണാണെങ്കിലോ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചവൻ്റെ അനിയത്തിയായി. എന്നാൽ അവനോട് പകരം ചോദിക്കാമെന്ന് വിചാരിച്ച അവൻ്റെ കുടുംബത്തിലെ ഒരുത്തനെ കൊണ്ട് എൻ്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് എൻ്റെ കൈ രണ്ടും കെട്ടിയിട്ടില്ലേ. നീ സാധാരണ ആളെ അല്ല, വലിയ സ്ക്രീൻ പ്ലേ റൈറ്റർ തന്നെ. എന്നാൽ ഒരു കാര്യം, ഒരു ചെറിയ റിക്വസ്റ്റ്. അവനെ ഞാൻ നേരിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ടെൻഷനാകും. അതുകൊണ്ട് എൻ്റെ മനസ്സും കൈയും വാലുകൊണ്ട് കെട്ടിയിട്ടിട്ട് എന്നെ കൺട്രോൾ ചെയ്യണം. എന്താ ചെയ്യില്ലേ? പിന്നെ ഈ ഗണപതിയെ പിടിക്കാൻ പോയിട്ട് ഹനുമാനായ ഒരു കഥയുണ്ട്. എന്നാൽ അങ്ങയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗണപതിക്ക് സ്തുതി പാടി തുടങ്ങിയിരിക്കുക. ഈ കഥ ശുഭമായി തീർക്കേണ്ടത് അവിടുന്നാണ്. ഓക്കെ? ഡാഡി, ഞാൻ ക്ലൈമാക്സ് ഒന്ന് വായിക്കട്ടെ, ഒന്ന് ആ, കേൾക്കാവോ? വിളിക്കാം കേട്ടോ. ഡിഗ്രി പൂർത്തിയാക്കാം. ആ അച്ഛാ, ഇത് മീനുന്റെ ചേട്ടനാ. നമസ്കാരം. നമസ്കാരം. ആ, നിന്റെ ചേച്ചി ഇവിടെ എവിടെയാ? ഉണ്ടായിരുന്നല്ലോ. ചേച്ചി, ഓ ചേച്ചി. ദേ, ഇതാണ് എന്റെ ഏക അനുജത്തി പൂജ. നിങ്ങളാണ് എല്ലാമെന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം വാസ്തവമാണെന്ന കരുതി ആ വിശ്വാസത്തിലാണ് ഓരോ ദിവസവും ഞാൻ കഴിച്ചു കൂട്ടിയത്. വിദേശത്ത് നിന്ന് വന്നാലുടനെ എന്നെ കല്യാണം കഴിച്ചോളാന്ന് എനിക്ക് വാക്ക് തന്നിട്ടാണ് പോയത്. പക്ഷെ ഇപ്പോ പോയ സ്ഥലത്ത് ഞാൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചെന്ന് വന്ന് പറയുന്നു. എന്നെ വഞ്ചിച്ചില്ലേ? പൂജ, എന്തിനാ ടെൻഷൻ ആവുന്നു? എന്റെ ബിസിനസ്, ഫാക്ടറി, അതിന്റെ എല്ലാം വളർച്ചയ്ക്ക് വേണ്ടിയാ ഞാൻ മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചത്. ഞാൻ പറയുന്നത് വിശ്വസിക്കേ, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്. ചേട്ടാ, ഓരോ സ്ഥലത്ത് പോയ ഓരോരുത്തരെയും കല്യാണം കഴിക്കും. അതുപോലെ ഇവിടെ വന്ന എന്നെയും അങ്ങനല്ലേ? നീ എന്താ പറഞ്ഞത്? ലൈഫ് വേറെ, ലവ് വേറെ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. നോ, ഐ ഹേറ്റ് യു. എന്തിനാ പൂജ എല്ലാം വലിയ കാര്യമായിട്ട് എടുക്കുന്നേ? ഫോറിനിൽ ഇതെല്ലാം കോമണാ. ഒരു കാര്യം ചെയ്യും, നീയും എന്റെ കൂടെ ഫോറിനിലേക്ക് വാ. വേണ്ട, എനിക്ക് ഫോറിനും വേണ്ട, ആ വൃത്തികെട്ട സമ്പ്രദായം വേണ്ട. ഒരുത്തി, അത് മാത്രമേ എനിക്കറിയൂ. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. ഇന്ത്യ, ഇന്ത്യ, ഇന്ത്യയിൽ എന്താ ഉള്ളത്? ദാരിദ്ര്യം, രോഗം, മഴക്ക്, കുളം, പിന്നെ വെയില്, വിയർപ്പ്, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒരു പിച്ചക്കാരുടെ നാടാണ്. പ്രേമിച്ച് വഞ്ചിച്ചത് ഞാൻ സഹിച്ചു. ജനിച്ചു വളർന്ന നാടിനെ അപമാനിക്കുന്നു. നിന്റെ മുഖത്ത് പോലും നോക്കാൻ നാണക്കേടായിരിക്കുന്നു. കടക്ക് പുറത്ത് പോകാൻ പറഞ്ഞില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ഫു. എനിക്ക് കാണണ്ട. ഞാനൊരു ആണാണെന്ന് പോലും കരുതാതെ നീ എന്നെ അപമാനപ്പെടുത്തിയില്ലേ? നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ എനിക്കും കിട്ടുമൊരവസരം. ബൈ. ഇനി ഈ കല്യാണം നടക്കില്ല. ഈ അഹങ്കാരിയുടെ അനിയന് ഇനി എന്റെ പെങ്ങളെ ഞാൻ കൊടുക്കില്ല. മിനു, വാ പോകാം. പറഞ്ഞു കേട്ടില്ലേ? വാ. പ്ലീസ് നരേന്ദ്രൻ, നിങ്ങൾ എന്നെ പ്രേമിച്ചത്, വഞ്ചിച്ചത്, മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചത് എല്ലാം ഞാൻ മറന്നു കളഞ്ഞു. ഞാൻ മറന്നിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല, മറക്കുകയില്ല. അന്ന് ഞാൻ ചെയ്ത തെറ്റിന് ഇന്ന് ക്ഷമ ചോദിക്കുകയാണ്. എന്നോടുള്ള ദേഷ്യത്തിന് അവരെ ബലിയാടാക്കരുത് പ്ലീസ്. മിനു, വാ. നരേന്ദ്ര, ഇത്രയും നാൾ ഇവളെന്താ ഇങ്ങനെ ജീവിക്കുന്നോർത്ത് ഞാൻ വേദനിക്കുകയായിരുന്നു. എല്ലാത്തിനും കാരണക്കാരൻ നീയാണെന്ന് മനസ്സിലായി. ഇപ്പോഴും നീ അവളോട് കാണിക്കുന്ന ദ്രോഹങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല. ഒന്നും ഞാൻ പറയാം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി. നീ അത് മനസ്സിൽ വെച്ചുകൊണ്ട്
നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം മുടക്കരുത് പ്ലീസ്. നിശ്ചയം നടത്തിയത് അവനാ, അവനോട് ചോദിക്കേ. മിസ്റ്റർ നരേന്ദ്രൻ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ആവേശപ്പെട്ട അനിയത്തിയുടെ ജീവിതം തകർക്കരുത്. മിസ്റ്റർ, നിങ്ങളുടെ പെങ്ങളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിഞ്ഞില്ല, എന്നിട്ടാണോ എന്റെ പെങ്ങളെ കുറിച്ച് പറയുന്നത്? നരേന്ദ്ര, ആദ്യമേ തന്നെ നീയാണ് തെറ്റ് ചെയ്തത്. ന്യായം നോക്കുകയാണെങ്കിൽ അവരാണ് നിന്നോട് ദേഷ്യപ്പെടേണ്ടത്. അവരുടെ വലിയ മനസ്സ് കാരണം എല്ലാം മറന്നിട്ട് നിന്നോട് യാചിക്കുകയാണ്. ഇപ്പോഴും നിന്റെ ഭാഗത്താണ് തെറ്റ്. ശേഖർ, എനിക്കുണ്ടായ അപമാനം, നാണക്കേട്, അതുകൊണ്ടുണ്ടായ മുറിവ്, അതിന്റെ വേദന എനിക്ക് മാത്രമേ അറിയൂ. പ്ലീസ് ഡോണ്ട് ഇന്റർഫയർ ദിസ്. നോ, മീനുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഏയ്, ആരാ നീ? ഇതുമായിട്ട് നിനക്കെന്താ ബന്ധം? നിനക്കിപ്പോ ഞാനൊരു മര്യാദ തരുന്നുണ്ട്, അത് കളയാതെ പോടാ. മോനെ, ഞാൻ വീണ്ടും യാചിക്കുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓ മൈ ഗോഡ്, നടക്കില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പിച്ചക്കാരെ പോലെ യാചിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് നാണോ മാനോ ഒന്നുമില്ലേ? എന്താണ് പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? നീ എന്താണ് ക്ലിന്റന്റെ കുടുംബമാണോ? ഒന്ന് കളയും. വിടറാ കൃഷ്ണ, വിട്. ദാ നോക്ക്, ഞാനിപ്പോ തടഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ നടക്കാൻ പോകുന്ന ആർക്കും അറിയില്ല. നരേന്ദ്ര, നീ ഇപ്പൊ എന്റെ ഗസ്റ്റാണ്. വീട്ടിൽ വരുന്നവൻ ശത്രുവായാലും ശരി, അവനെ നന്നായിട്ട് വരവേൽക്കുന്നതാണ് ഞങ്ങളുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് നീ ഇത്ര അവമര്യാദയായിട്ട് പെരുമാറിയിട്ടും നിന്റെ നാക്ക് അറുത്തെടുക്കാത്തത്. മോനെ, ഇനിയെങ്കിലും ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. മര്യാദയ്ക്ക് പൊക്കോ, ഇവിടുന്ന് പോ. മീനു, വാ. പറഞ്ഞത് കേൾക്ക്. വരാൻ. മീനു, take her. Take her. മീനു, താഴെ കേറ്. പറഞ്ഞത് കേൾക്ക്. കേറ്. This family not suitable for you. No, no, no. Airport. Go fast. എന്താ ഡാഡി ഇത്? മീനുവിനെ പിടിച്ചോണ്ട് പോന്നു, ഡാഡി ഇങ്ങനെ സൈലന്റ് ആയാലും എങ്ങനാ? എങ്ങോട്ട് പോകാനാടാ? എയർപോർട്ട് വരെ. വിജയ് എവിടാടാ? Listen to me. Please. എന്നെ വിടു ചേട്ടാ. No, don't let's in here. Please. Listen to me. ചേട്ടാ, Come. ചേട്ടാ, no. No, please. ഞാൻ വരില്ല. എനിക്ക് വിജയന്റെ അടുത്ത് മീനു. പോകണം. വിജയ്. Right, leave her eyes. Leave her eyes. ആരാ നീ? നിങ്ങളാരാ സാർ? ഇവളുടെ ചേട്ടൻ. ഞാൻ അവളുടെ ഹസ്ബൻഡ്. നീ അവളെ താലി കെട്ടിയോ? എന്ന് ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞോ അന്ന് മുതൽ അവൾ എൻ്റെ ഭാര്യയാണ്. ഇതാണ് നാട്ടുനടപ്പ്. അളിയനെ മനസ്സിലായോ? വേണ്ട, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, എൻ്റെ വൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. നീ എന്താ പറഞ്ഞത്? തിരിച്ചടിച്ച തല ചിതറിപ്പോകും. അളിയനാന്ന് നോക്കില്ല ഞാൻ. മര്യാദ കളയണ്ട. മീനു, വിജയ്.
ഏയ്, നീ എന്താ വിചാരിച്ചത്? ആ? വിജയ്, വേണ്ട. ധൃതി വെച്ചൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾക്ക് വിജയ്. എന്തായാലും അയാള് മീനുവിന്റെ ചേട്ടനല്ലേ. അവളെ ഓർത്തെങ്കിലും ക്ഷമിക്കും പ്ലീസ്. എന്താ ആലോചിക്കുന്നേ? ഇതുപോലൊരു സംഭവം നടന്ന സാധാരണ പോലീസാ വരാറ് പതിവ്. അതൊന്ന് മാറ്റി ഞങ്ങളെത്തി. അച്ഛാ, നിങ്ങളുടെ മരുമകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ പിടിക്ക്. എന്റെ അടുത്തോട്ട് എന്തിനാടാ തള്ളിവിടുന്നേ? ഇവള് നിനക്കുള്ളതാണ്, പോയി ജീവിക്കടാ. ഓക്കെ അച്ഛാ, എന്നാ ഒരു പെർമിഷൻ വേണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ചേട്ടനൊന്ന് മാറിയുന്നേ. ഒരു മിനിറ്റിങ് വന്നേ. വരണം സാർ. എന്റെ ചേച്ചിക്ക് നിങ്ങളൊരു ജീവിതം നൽകി. നിങ്ങൾ നല്ല താങ്ക് യു സാർ. എന്താടാ എങ്ങനെ നോക്കുന്നേ? തെറ്റ് മനുഷ്യ സഹജമാണ്. പക്ഷെ എന്നെങ്കിലും അത് തിരുത്തി പശ്ചാത്തപിക്കണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാം മനുഷ്യരാന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഐ എം സോറി. എന്നോട് എന്തിനാടാ പറയുന്നത്? അങ്ങോട്ട് പറ. ഐ ആം വെരി വെരി സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാരമില്ല മോനെ, നമ്മുടെ സംസ്കാരം ക്ഷമിക്കുക, പോർക്കുക എന്നുള്ളതല്ലേ. ഡാഡി, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടത്തിന്റെ ടൈറ്റിൽ കിട്ടിപ്പോയി. എന്താടാ അത്? എന്നെന്നും സ്നേഹിക്കാൻ.